അരുണാചലിൽ മരിച്ച ആര്യയുടെയും ദേവിയുടെയും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. സുനിഷ അയ്യലൂർ വിവരങ്ങളുമായി. സുനിഷ, മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? എന്താണ് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? ശ്രുതി, അല്പസമയം മുമ്പാണ് മൂവരുടെയും മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഏതായാലും നവീനിന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റു രണ്ടുപേരുടെയും, ദേവിയുടെയും ആര്യയുടെയും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം വീട്ടുകാർ, ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി ഏതായാലും വീടുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ നവീനിന്റെ മൃതദേഹം നാളെ സംസ്കരിക്കുമെന്ന് കുടുംബം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു രണ്ടുപേരുടെ ഈ കാര്യത്തിൽ ഏതായാലും കുടുംബം ഒരു ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇതിലടക്കം ചില ആഴത്തിലുള്ള മുറിവുകൾ, ഇവരുടെ ഈ ദേവിയുടെയും ആര്യയുടെയും കൈകളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നും കഴുത്തിനടക്കം മുറിവേറ്റ പാടുകൾ ഉണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും പ്രാഥമികമായി ആത്മഹത്യ ചെയ്തതാണ് എന്നത് തന്നെയാണ് എത്തുന്ന വിവരം. പക്ഷേ മറ്റൊരു സംശയം ഉടലെടുക്കുന്നത്, ഇത്തരത്തിൽ ആഴത്തിലുള്ള മുറിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നവീൻ ചെയ്തതായിരിക്കുമോ, നവീൻ ഈ ദേവിയെയും ആര്യയെയും മുറിവേൽപ്പിച്ചതായിരിക്കുമോ എന്നതടക്കമുള്ള സംശയങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇനി നീളുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ വട്ടിയൂർക്കാവ് പോലീസ് സംഘം അരുണാചൽ പ്രദേശിലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള, അതായത് നവീനെ കേന്ദ്രീകരിച്ച്, ദേവിയെ കേന്ദ്രീകരിച്ച്, ആര്യയെ കേന്ദ്രീകരിച്ച് ഇവരൊക്കെ തന്നെയും സംസാരിച്ച കോൾ ലിസ്റ്റുകൾ, അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലടക്കം കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ഇത്തരത്തിലുള്ള മുന്നോട്ടുള്ള അന്വേഷണം എന്നാണ് അറിയിക്കുന്നത്. അതേസമയം ശരി. തന്നെ ഇന്ന് DCP പറഞ്ഞത് പ്രകാരം ഇമെയിൽ ചാറ്റ് അടക്കം കണ്ടുകിട്ടിയ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ കൂടി തെളിവുകളായി ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി. ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.